നിങ്ങളൊരു സീരീസ് കാണാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക ആ സീരീസിനെ പറ്റിയിട്ട്? നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രിപ്റ്റ്, ആക്ടിങ്, പിന്നെ ഭയങ്കര എൻഗേജിങ് ആണോ? ഇങ്ങനെ പല കാര്യങ്ങളല്ലേ നോക്കുക. എന്നാൽ ഇന്ന് ഞാനൊരു സീരീസ് സജസ്റ്റ് ചെയ്യാം. ഈ സീരീസ് ഇതിൻ്റെ മിക്കവാറും എപ്പിസോഡുകളെല്ലാം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ഫിഞ്ചറാണ്. ആ ഒരൊറ്റ പേര് മതി ഈ സീരീസ് മുഴുവൻ ഇരുന്ന് കാണാൻ. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ഹോളിവുഡാണ് ഡേവിഡ് ഫിഞ്ചർ. സെവൻ, അതുപോലെ ഗോൺ ഗേൾ, സോഡിയാക്ക്, ഒരുപാട് സിനിമകൾ, ഗ്രേറ്റ് ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ് ഡേവിഡ് ഫിഞ്ചർ. അതുകൂടാതെ ഈ പർട്ടിക്കുലർ സീരീസ് നിങ്ങളിപ്പോൾ IMDb റേറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8.6 ഔട്ട് ഓഫ് 10 ഉണ്ട്. വേറൊരു എന്താ പറയുക, മൂവി റിവ്യൂ സൈറ്റായ റോട്ടൻ ടൊമാറ്റോസിൽ പോയി കഴിഞ്ഞാൽ 96 ഔട്ട് ഓഫ് 100 റേറ്റിംഗ് ഉള്ളൊരു സീരീസാണ്. ഏത് സീരീസാണല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നത്തിങ് ബട്ട് ദ മൈൻഡ് ഹണ്ടർ. ഈ മൈൻഡ് ഹണ്ടർ എന്ന് പറയുന്ന സീരീസിന് ബേസിക്കലി 2 സീസൺസ് ആണുള്ളത്. ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് 2 സീസൺസും. ചിലപ്പോൾ നിങ്ങളിൽ പലരും കണ്ടു കാണും. കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷനാണിത്. ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1970s ഈ കഥ നടക്കുന്നത്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ അമേരിക്കയിലെ FBI, അവരുടെ ഒരു റോഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ബേസിക്കലി റോഡ് സ്കൂൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ FBI ടോപ്പ് ഏജൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് FBI പല ടാക്ടിക്സ് ഒക്കെ അറിയുന്നുണ്ടാവും, ക്രിമിനൽസിനെ പിടിക്കാനും അവരെ ഇൻട്രോഗേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ബിൽ ടെൻച്ച് എന്ന് പറയുന്ന FBI ഒരു ഏജൻറ്റ്, അയാൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾ കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് US പല പല സ്റ്റേറ്റുകളിലുള്ള പല പല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ ലോക്കൽ ഇൻസ്പെക്ടേഴ്സിനെയും ലോ എൻഫോഴ്സ്മെൻറ്റ് ആൾക്കാരെയും കണ്ടതിന് ശേഷം അവരുടെ ടാക്ടിക്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് FBI എങ്ങനെയാണ് ക്രിമിനൽസിനെ പിടിക്കുന്നത്. സോ അത് ലോക്കൽ ലോ എൻഫോഴ്സ്മെൻറ്റിന് വളരെ ഉപകാരമാവുമല്ലോ, നാച്ചുറലി FBI ടെക്നിക്സ് ഒക്കെ അറിയുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഹോൾഡൻ ഫോർഡ് എന്ന് പറയുന്ന വേറൊരു ഏജൻറ്റ് FBI ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി റോഡ് സ്കൂൾ എന്ന് പറയുന്ന പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം. അവർ പല സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്, പല പോലീസുകാരായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ 1970s വരെയൊക്കെ ഈ മർഡർ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളെയൊക്കെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ഒരു ക്ലിയർ മോട്ടീവ് ഉണ്ടായിരിക്കും ഇതിൻ്റെ പിന്നിൽ, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇവർ പല ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള കേസുകൾ വരികയാണ്. അതായത് കൊല ചെയ്തു, പക്ഷേ നോ റീസൺ, അല്ലെങ്കിൽ നോ മോട്ടീവ്. അപ്പോൾ ഇവർ ആലോചിക്കണം, മോട്ടീവ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കൊല ചെയ്യാൻ പറ്റുക? ആലോചിക്കണം, 1970s ആണ്. അന്നിപ്പോൾ ഇന്നത്തെ പോലെയുള്ള സീരിയൽ കില്ലിങ്സും ഇത്ര ടെക്നോളജിയും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ FBI ആദ്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുകയാണ്, മോട്ടീവ് ഇല്ലാതെ കൊലപാതകം, അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റിയൽ റീസൺ? ഈ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും സൈക്കോപാത്തുകളാണോ? ആണെങ്കിൽ എങ്ങനെ അവരെ പിടിക്കാം? അപ്പോൾ ഇതൊരു സീരിയസ് തോട്ടായിട്ട് വന്നിട്ട് FBI അകത്ത് തന്നെ ഒരു സ്പെഷ്യൽ യൂണിറ്റ് അവരുണ്ടാക്കുകയാണ്, ബിഹേവിയറൽ സയൻസ് യൂണിറ്റ്, അല്ലെങ്കിൽ BSU. സോ ഈ BSUവിൽ ബിൽ ടെൻച്ച് ഉണ്ട്, ഹോൾഡൻ ഫോർഡ് ഉണ്ട്, പിന്നെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ വിൻഡി കാർ എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടിയിട്ട് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്നുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഈ സീരീസിൻ്റെ ഒരു തുടക്കം. സോ അപ്പോൾ BSUവിൻ്റെ ബേസിക് ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ തടയുക. അതായത് ഈ സീരിയൽ കില്ലിങ്, സൈക്കോ കില്ലിംഗ് ഒക്കെ നമ്മൾ വിളിക്കുന്നത് 1970s. അപ്പോൾ അവരെന്തൊരു സ്ട്രാറ്റജി കൊണ്ടുവരികയാണ്. ഈ ഏജൻറ്റ് ഫോർഡാണ് ഇത് കൊണ്ടുവരുന്നത്. അവരെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇങ്ങനത്തെ സൈക്കോ കില്ലേഴ്സിനെ കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടുണ്ട് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലായിട്ട്. ഇവർ പോയിട്ട് ഈ ഓരോ സീരിയൽ അല്ലെങ്കിൽ സൈക്കോ കില്ലേഴ്സിനെയും ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ സ്വഭാവം പഠിക്കുകയാണ്. അതിൽ നിന്നാണ് അവർ ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്നുള്ളൊരു സംഭവം കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ നോക്കൂ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് കില്ലിംഗ് നടന്നു. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ആ കില്ലറുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെയായിരുന്നു, അയാൾ ഈ ക്രൈം സീനിലേക്ക് പിന്നെ തിരിച്ചു വരുന്നുണ്ടോ, അയാൾ അടുത്ത വിക്ടിമിനെ എങ്ങനെ സെലക്ട് ചെയ്യും, ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കുകയാണ് ബേസിക്കലി BSU ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോർ സ്റ്റോറി എന്ന് പറയുന്നത്. ഈ BSU എന്നുള്ള ടീമിൻ്റെ ഡെവലപ്മെൻറ്റും അവരെങ്ങനെ സീരിയൽ കില്ലേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു കോർ പ്ലോട്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിലെല്ലാം റിയൽ ഇവൻറ്റ്സ് ആണ്. അതായത് ഫിക്ഷനോ ഫാൻറ്റസിയോ അല്ല. ഇതിലിവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓരോ സീരിയൽ കില്ലറും റിയൽ സീരിയൽ കില്ലേഴ്സാണ് അമേരിക്കയിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതിൽ ഈ സീരിയൽ കില്ലേഴ്സിനെയൊക്കെ പോർട്രേ ചെയ്തിരിക്കുന്നത് അതിഭീകരമായിട്ടാണ്. അതായത് റിച്ചാർഡ് സ്പെക്ക്, എഡ് കെംപർ, മാൻസൺ എന്നൊക്കെ പറയുന്ന സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. അപ്പോൾ മിക്കവാറും എപ്പിസോഡിൽ ഇവർ ഓരോ സീരിയൽ കില്ലേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഈ സീരീസിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സീനിൽ പോലും വയലൻസ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, 20 എപ്പിസോഡുള്ള ഒരു സീരീസാണ്. പക്ഷെ അതിൽ
ഒരു സീനിൽ പോലും ഒരു ക്രൈമോ ഒരു വയലൻസോ കാണിക്കുന്നില്ല. എക്സെപ്റ്റ് ദി ഫസ്റ്റ് എപ്പിസോഡിൽ അതിനോട് റിലേറ്റഡ് അല്ല, എന്നാലും ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ട്. പക്ഷേ അതിനുശേഷമുള്ള ഒരൊറ്റ സീനിൽ വയലൻസോ കുറ്റകൃത്യമോ ഒന്നും കാണിക്കുന്നില്ല. വെർബൽ ടെററാണ് ഈ സീരീസ്. അതായത് ഈ സീരിയൽ കില്ലേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലിറ്ററലി ആ റൂമിൽ പെട്ട പോലെ തോന്നും. അവരവരുടെ ഓരോ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാത്രി ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ ഈ സീരീസ് അങ്ങനെ ഒരു ലൈറ്റ് വാച്ച് അല്ല, എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റിയ സീരീസും അല്ല. ഇത് വല്ലാണ്ട് നമ്മളെ ഹോണ്ട് ചെയ്യും. പിന്നെ ഇതെല്ലാം റിയൽ ലൈഫ് സ്റ്റോറീസ് ആയതുകൊണ്ട് വല്ലാതെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് അത് കണ്ട് തന്നെ അനുഭവിക്കണം. അതായത് ടി വി അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് വിളിക്കാം. പിന്നെ ഡേവിഡ് ഫിഞ്ചറുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടുകളും മൂവ്മെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ അതിഭീകരമാണ്. ഇതിൽ തന്നെ ഈ എഡ് കെംപറെ പോർട്രേ ചെയ്തിരിക്കുന്ന ആക്ടറിന് എമ്മി നോമിനേഷൻ കിട്ടുകയുണ്ടായി. ആ ആക്ടർ ഒരു 7 അടി ഹൈറ്റുള്ള ഒരു 120-130 കിലോ ഭാരമുള്ള ഒരാളാണ് ഈ എഡ് കെംപർ എന്ന് പറയുന്ന സീരിയൽ കില്ലർ. അയാളിങ്ങനെ വന്ന് മുമ്പിൽ ഇരിക്കുമ്പോൾ ലിറ്ററലി നമ്മളിങ്ങനെ അനങ്ങാതിരിക്കും ടി വിയുടെ മുമ്പിൽ, അത് അയാൾ സംസാരിച്ച് കഴിയുന്നവരെ. അപ്പോൾ അത് ആ സീനുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഓരോ സീരിയൽ കില്ലേഴ്സിനെയും എങ്ങനെ പോർട്രേ ചെയ്തിരുന്നു. ഇത് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംഭവമാണ്. കാരണം സീരിയൽ കില്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയങ്കര വയലൻ്റായി വായത്തോന്തൊക്കെ വിളിച്ച് പറയുന്ന അങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരായിട്ടാണ്. പക്ഷേ ഇതിൽ ഓരോത്തിലും മെത്തഡോളിക്കലായിട്ട് എന്താ പറയുക, അവരെങ്ങനെ ഇത് ചെയ്യുന്നു, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. ചിലർ ഭയങ്കര വയലൻ്റാണ്, ചിലർ ഭയങ്കര സൈലൻ്റാണ്, ചിലർ വളരെ സയൻറ്റിഫിക് ആയിട്ട് സംസാരിക്കും, ചിലർ സംസാരിക്കുകയില്ല. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഇങ്ങനെ പലരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നതും അതിൽ നിന്ന് ഇവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും അത് ബ്യൂറോനെ ധരിപ്പിക്കുന്നതും അത് പിന്നെ അവർ ലോക്കൽ കേസുകളിൽ യൂസ് ചെയ്യുന്നതും ഇങ്ങനെയാണ് ഈ സീരീസിൻ്റെ ഒരു പോക്ക് മൊത്തത്തിൽ. മേ ബി ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സീരീസിലും വെച്ചെടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം എന്നെ ഭയപ്പെടുത്തിയ ഒരു സീന് ഈ മൈൻഡ് ഹണ്ടറിൻ്റെ സീസൺ 2 സീസൺ 2 ഒരു BTK എന്ന് പറയുന്ന ഒരു കില്ലറുണ്ട്. ഒരു സീരിയൽ കില്ലർ തന്നെയാണ് BTK എന്ന് പറയുന്നത്. അപ്പോൾ ഈ BTK ഒരു വീട് ആക്രമിച്ച് ഒരു ലേഡിയെ കൊല്ലാൻ നോക്കും. അപ്പോൾ ആ സമയത്ത് ആ ലേഡിയുടെ ബ്രദർ ഉണ്ടാവും അവിടെ. അപ്പോൾ രണ്ടാളെ ഇയാൾ കൊല്ലാൻ നോക്കും. ബേസിക്കലി ബ്രദർ രക്ഷപ്പെടും. അപ്പോൾ ലേഡിയെ കൊല്ലും, സിസ്റ്ററെ കൊല്ലും. അപ്പോൾ എന്നിട്ട് ഈ ബ്രദർ FBI ആ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അയാളെ ഈ സീരിയൽ കില്ലർ എങ്ങനെ ടോർച്ചർ ചെയ്തു എന്നും അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു. ആ സീൻ എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് TV സീരീസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും ടെറിഫിക് ആയിട്ടുള്ളൊരു സീനില്ല. കാരണം ഇയാൾ ബേസിക്കലി ഭയങ്കര ഭയപ്പെടുന്ന ഒരാളാണ്. കാരണം ഇയാൾ ഈ സീരിയൽ കില്ലറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണല്ലോ. അപ്പോൾ ആ സീൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ FBI ഏജൻസ് കാറിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു, ഇയാൾ ബാക്കിൽ വന്ന് കയറുകയാണ്. അപ്പോൾ ഇയാൾ കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മുഖത്തേക്ക് നോക്കരുത്, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഇയാൾ ബാക്കിലിരുന്നാണ് ഈ മൊത്തം ഇൻസിഡൻറ്റ് നെറേറ്റ് ചെയ്യുന്നത്. അതായത് ഇയാളുടെ ഫേസ് നമ്മൾ കാണുന്നില്ല. ഇയാൾ ഈ നടന്ന സംഭവം ഫുള്ള് ഒരു 10 മിനിറ്റിൽ പറയും. ആ 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം ഉറയുക എന്നൊക്കെ നമ്മൾ ഈ സാഹിത്യ ഭാഷയിൽ പറയുമല്ലോ, അത് നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യും. കാരണം ഇയാളുടെ ഫേസ് കാണാതെ ഇയാളുടെ വോയിസ് വെച്ച് മാത്രം അയാളത് നാരേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആകെ കാണുന്നത് ഈ ഏജൻസിൻ്റെ മുഖമാണ്. കാരണം ഇവർക്ക് ഇൻഫർമേഷൻ വേണം, ഇയാളെക്കുറിച്ചുള്ള ഇയാളുടെ ഫീച്ചേഴ്സും ഇയാൾ എന്താണ് ചെയ്തത് എന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ ഒരു ഐ വിറ്റ്നസ് ഉള്ളത് ഈ പറയുന്ന ആളാണ്. അയാളുടെ ഒരു നരേഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മോ, അത് കണ്ടു കഴിഞ്ഞാൽ കാണുകയല്ല, കേൾക്കുകയാണ്. അയാളുടെ ഫേസ് നമ്മൾ കാണുന്നില്ല, ബേസിക്കലി ഫേസ് കാണിക്കാതെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് എലമെൻറ്റ്സ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതാണ് ടെററിനെ ഒരു വേറൊരു തലത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്വിയസ്ലി ഒരു പ്രത്യേക പ്രശംസ അറിയിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഈറി മ്യൂസിക്കാണ്, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയും ഈറി മ്യൂസിക്. അതായത് ഇങ്ങനെ ഒരു തലയ്ക്കകത്ത് ഇങ്ങനെ എപ്പോഴും നമ്മൾ റിവൈൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പോലത്തെ ഒരു മ്യൂസിക്കാണ്. അങ്ങനെ ഒരു ഹോണ്ടിങ് മ്യൂസിക്കാണ് ഈ സീരീസിന് വേണ്ടതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ ഈ സീരീസ് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് വളരെ സ്ലോ ആണെന്ന് തോന്നും. പിന്നെ പല ഭാഗങ്ങളിലും FBI ഇൻറ്റേർണൽ പൊളിറ്റിക്സ് കാണിക്കുന്നുണ്ട്, ഈ ഏജൻസിൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കോൺഫ്ലിക്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് പോകുന്നൊരു സീരീസാണ്. പക്ഷേ ദർ ഈസ് നത്തിങ് ലൈക്ക് മൈൻഡ് ഹണ്ടർ ആൻഡ് ദർ വിൽ ബി നത്തിങ് ലൈക്ക് മൈൻഡ് ഹണ്ടർ എവർ എഗെയിൻ. അപ്പോൾ അങ്ങനെ ഒരു ജെം ഓഫ് എ സീരീസാണ്. സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കിയെടുത്തൊരു സീരീസാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിനോട് ഒപ്പം ചേർത്ത് വയ്ക്കാവുന്ന സീരീസുകൾ വളരെ കുറവാണ്. ഉണ്ടായിരിക്കാം, എന്നാലും ഇറ്റ് സ്റ്റാൻഡ്സ് അപ്പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒന്നാമത് റിയൽ ലൈഫിനായിട്ട് വളരെ കണക്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ്, അതുപോലെ ഈ ബ്രില്യൻ്റ് ആക്ടിങ് ബൈ ദീസ് ഏജൻറ്റ്സ് ആൻഡ് ഓൾസോ ദിസ് സീരിയൽ കില്ലേഴ്സ്, ബ്രില്യൻ്റ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് മൈൻഡ് ഹണ്ടർ സീസൺ 1 സീസൺ 2. അൺഫോർച്ചുനേറ്റ്ലി നെറ്റ്ഫ്ലിക്സിൻ്റെ സീസൺ 3 ക്യാൻസൽ ചെയ്യാനുണ്ടായത്.
2024 റൂമേഴ്സ് വന്നിരുന്നു ഇത് ആദ്യ സീസൺ 3 വരുന്നുണ്ടെന്നുള്ളത്. ഐ എം നോട്ട് ഷുവർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. മൈൻഡ് ഹണ്ടർ ഇസ് അവൈലബിൾ ഇൻ നെറ്റ്ഫ്ലിക്സ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ യൂട്യൂബ് ചാനൽ 2 Minutes Take. താങ്ക് യു.